ഹലോ URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓണസദ്യയുടെ സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചവ്വരിയും ക്യാരറ്റുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ചവ്വരിയും വെച്ച് നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 4 ക്യാരറ്റ് മീഡിയം സൈസിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 4 ക്യാരറ്റ് ചെറിയ സൈസിലുള്ള ക്യാരറ്റ് വെച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വരി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈവിടാതെ ഈ പാല് നന്നായി തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പാല് തിളച്ചതിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് ഇളക്കാം. ഇനി വേവിച്ച് വെച്ച ചവ്വരി കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ചവ്വരി നമ്മൾ വേവിക്കുമ്പോൾ അരമണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്ത് ആ വെള്ളം ഒന്ന് കളഞ്ഞ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വേവില്ല. വെള്ളത്തിട്ട് കുതിർത്ത ശേഷമാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മൂന്നും കൂടെ നല്ലപോലെ കൈവിടാതെ നന്നായിട്ട് കുറുകി വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 ലിറ്റർ പാലിൽ ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾക്കും ആ മധുരം കറക്റ്റാണ്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കാഷ്നട്ട്, മുന്തിരി, ഉണക്കമുന്തിരി കൂടെ ചേർത്ത് മൂന്നും കൂടി നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റും ഒരുപാട് സ്വാദിഷ്ടമായ ഒരു പായസമാണിത്. ആരും മിസ് ചെയ്യരുത്. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറക്കാതെ അടുത്ത വീഡിയോയുമായി കാണാം.